പ്രതിപക്ഷ നേതാവ് ഡീൽ ആരോപണം ഉന്നയിക്കുമ്പോൾ പോലും നമുക്ക് ഉയരുന്ന ചില സംശയങ്ങൾ കൂടിയുണ്ട്. പറവൂരിൽ എന്തുകൊണ്ട് CPM-ൻ്റെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല? ഹരിപ്പാട്ടേക്ക് വന്നാൽ എന്തുകൊണ്ട് അവിടെ CPI-യുടെ സ്ഥാനാർത്ഥി തന്നെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നു? ഇതൊക്കെ ഒരു വലിയ പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വാസ്തവത്തിൽ കേരളത്തിൽ CPM-ഉം കോൺഗ്രസും തമ്മിലാണ് ഈ പറയുന്ന ഡീലുള്ളത്. അതിപ്പോൾ പറഞ്ഞ 2 ഉദാഹരണങ്ങൾ മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ 2021 കെ മുരളീധരൻ നേമത്തുമായി മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്തപ്പോൾ പറഞ്ഞത് BJP-യെ ജയിക്കുന്നതിൽ നിന്ന് തടയുകയാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ അദ്ദേഹം ജയിക്കുക എന്നുള്ളതല്ല ലക്ഷ്യം, BJP-യെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ജയിക്കാനാണെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു, അദ്ദേഹം അതിനു വേണ്ടിയാണ് വന്നത്. അപ്പോൾ അദ്ദേഹം വന്നത് BJP-യെ തോൽപ്പിക്കാനാണെന്ന് പറയുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് CPM-ഉമായിട്ടാണ്. പക്ഷേ അപ്പോൾ പോലും വട്ടിയൂർക്കാവിൽ CPM-ന് വേണ്ടി ജോലി ചെയ്യുന്നു. അതായത് വട്ടിയൂർക്കാവിൽ ഇദ്ദേഹം മത്സരിച്ചപ്പോൾ, കെ മുരളീധരൻ മത്സരിച്ചപ്പോൾ, അത് കഴിഞ്ഞിട്ട് കുമ്മനം രാജശേഖരൻ 2016 തോറ്റപ്പോൾ കെ മുരളീധരൻ പറഞ്ഞു, ഞങ്ങൾ TN സീമ ജയിച്ചാലും കുമ്മനം രാജശേഖരൻ ജയിക്കാൻ അനുവദിക്കില്ല. അപ്പോൾ അത് അവർ തമ്മിലാണ് ഡീൽ. വട്ടിയൂർക്കാവിൽ BJP കൗൺസിലർമാർ വർക്ക് ചെയ്തു. ആർക്ക് വേണ്ടി? VK പ്രശാന്തിന് വേണ്ടി എന്ന് കെ മുരളീധരൻ പറയുകയാണ്. കെ മുരളീധരൻ കൗൺസിലർമാരുടെ പേരുവിവരങ്ങളടക്കം അടുത്ത ദിവസങ്ങളിൽ പുറത്തുവിടേണ്ടി വരും ഇന്ന് പറയണം. കഴിഞ്ഞ ദിവസം അത് ശരി. കെ മുരളീധരൻ പല പ്രസ്താവനകളും നടത്തും. അതെല്ലാത്തിനും അദ്ദേഹത്തിൻ്റെ മറുപടിയും പറയാറുണ്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട്. മറ്റുള്ള സ്ഥാനാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തമായി പദയാത്രയായിട്ടാണ് ജനങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ എഫക്റ്റീവാണോ? തീർച്ചയായിട്ടും ജനങ്ങളുമായിട്ട് നേരിട്ട് ഇടപഴകാനുള്ള ഒരു അവസരമാണ് അതിൽ നിന്ന് കിട്ടുന്നത്. മറ്റേതാകുമ്പോൾ നമ്മൾ വാഹനത്തിൽ പോകുന്നു, ജനങ്ങളൊക്കെ റോഡ് സൈഡിൽ കാത്തു നിൽക്കുന്നു, കൈ വീശാൻ മാത്രമേ പറ്റുള്ളൂ. ഞാൻ എല്ലാവർക്കും കൈ കൊടുത്ത് സംസാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് അവരുമായിട്ടുള്ള ഒരടുപ്പം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും.